65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. ആക്രമണകാരിയായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ കടിച്ചു കൊന്ന കാർത്തിയായനിയുടെ മകൻ മണിയൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 12-ാം തീയതിയാണ് പിളർക്കാട് കൊല്ലംപടി സ്വദേശിയായ കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയായനിയെ തെരുവുനായ കടിച്ചു കൊന്നത്. കിടപ്പ് രോഗിയായ കാർത്തിയായനിയെ പേവിഷബാധയുണ്ടായിരുന്ന തെരുവുനായ വീടിനകത്ത് കയറി ക്രൂരമായി കടിച്ചു കൊല്ലുകയായിരുന്നു. കിടപ്പ് രോഗിയും മാനസിക അസ്വാസ്ഥ്യമുള്ള ഇവരുടെ മകൻ ദേവദാസ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ദേവദാസിനെയും നായ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് 2 ആഴ്ചയോളം പരിസര പ്രദേശത്തുള്ളവർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നുവെന്നും ഇന്നും തെരുവു നായ്ക്കളുടെ ശല്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മണിയൻ പറഞ്ഞു. കൊല്ലൻപടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിലും ഇടവഴികളിലും വൻതോതിൽ കോഴിയറവ് അവശിഷ്ടങ്ങൾ തട്ടുന്നത് പതിവാണെന്നും ഇത് ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്നും മണിയൻ പറഞ്ഞു. സുപ്രീം കോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് എന്തായാലും സ്വാഗതാർഹമാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് തെരുവുനായ്ക്കൾ ഈ പറഞ്ഞ മാതിരി തന്നെ അലഞ്ഞ് നടക്കുന്നുണ്ട്. അതിനൊക്കെ കൊല്ലാന്നുള്ള ഉത്തരവുണ്ട്. അതുമാത്രമല്ല, അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഒരു ഷട്ടറിലൊക്കെ ഇടാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഏകദേശം ഇപ്പോൾ മാർച്ച് 12-ാം തീയതിയാണ് അമ്മ മരണപ്പെടുന്നത്. അത് വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു അമ്മേനെ ഈ പറഞ്ഞ പോലെ തെരുവുനായ അടിച്ചിട്ടാണ് അമ്മ മരണപ്പെട്ടുള്ളത്. ചേട്ടന് അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കുറച്ച് തരണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചികിത്സയിലാണ്, ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്. പിന്നെ ഒരുപാട് അതിന് ശേഷം തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞമാര് തന്നെ തെരുവുനായ്ക്കൾ കടിച്ചിട്ട് അപകടം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധി നമ്മളത് നല്ലൊരു കാര്യമായിട്ട് അംഗീകരിക്കുകയാണ്. ആ വിധിയെ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. അതുമാതിരി മാത്രമല്ല, എനിക്ക് ആണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, കാര്യങ്ങളൊക്കെയാണ്, ജോലി എടുക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു പോരുന്നതൊക്കെ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട്. അതേസമയം നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയായനിയുടെ കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ വ്യക്തമാക്കി. മരണാനന്തര ക്രിയകൾക്കായി പഞ്ചായത്തിൽ നിന്നും ലഭിച്ച 10,000 രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചിട്ടുള്ളതെന്നും മണിയൻ പറഞ്ഞു. You are watching VCV News.